ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ മേക്കപ്പ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു ഓൾമോസ്റ്റ് 6 to 7 years ആയി. അതിന് മുന്നേ മേക്കപ്പ് ഒന്നും ഇടാറില്ല. സ്കിൻ കെയറിങ് ഒക്കെ നന്നായിട്ട് ചെയ്യും, പക്ഷേ മേക്കപ്പിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം മേക്കപ്പ് നമ്മളെ ഫേസ് കുരു വരും, പിമ്പിൾസ് വരും, അങ്ങനത്തെ ഒക്കെ ഓരോന്നും ഞാനതാണ് ഇങ്ങനെ കേട്ടിരുന്നത് ചുറ്റും. പിന്നെ വല്ലാണ്ട് മേക്കപ്പ് ഒന്നും ഇടാനുള്ളൊരു ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മേക്കപ്പ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു രസം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മേക്കപ്പ് ഇട്ടപ്പോൾ പല അട്ടർ ഫ്ലോപ്പായിട്ടുണ്ട് ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ. ഫൗണ്ടേഷൻ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാൻ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ഇങ്ങനെ പറഞ്ഞുതരാം. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബിഗിനേഴ്സിനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയുണ്ടാവില്ല. ലൈക്ക് എങ്ങനെയാണ് അറിയുന്നുണ്ടാവും, എങ്ങനെയാണ് സ്റ്റെപ്സ്, എങ്ങനെയാണ്. ഇപ്പോൾ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, നമുക്ക് യൂട്യൂബിൽ എവിടെ എടുത്ത് നോക്കിയാലും എങ്ങനെയാണ് ഓരോ ലുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ട്യൂട്ടോറിയൽസ് അടക്കമുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റെപ്സ് കുഴപ്പമില്ല, പക്ഷേ എത്ര ക്വാണ്ടിറ്റി സാധനം എടുക്കണം, തൻ്റെ സ്കിന്നിന് പറ്റിയതാണോ എന്നുള്ള ആ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽ നമുക്ക് കിട്ടില്ല. അത് നമ്മൾ ചെയ്തതന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, അതായത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്കെന്നാൽ അധികം വളച്ചു കിട്ടില്ലാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ അടുത്തല്ല, ഞാൻ പിന്നെ ഈ പ്രോപ്പർ സ്കിൻ പ്രെപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ ഫസ്റ്റ് അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ നമ്മളെ ഫൗണ്ടേഷൻ ഭയങ്കര മെൽറ്റായി പോകും. ഓവർ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് ഐ ഡിഡ് വാസ് സ്കിൻ പ്രെപ്പ് ഓവറായിട്ട് ചെയ്യുന്നത്. ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ പ്രൈമർ. ഇത് ഒരളവുണ്ട്, ഇതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അത് നമ്മൾ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓരോ സ്കിന്നിനും ഓരോ ക്വാണ്ടിറ്റിയാണ്. ഓവറായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്താൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പം ഗ്രിപ്പ് ഇല്ലാണ്ട് ഫൗണ്ടേഷൻ മെൽറ്റായിട്ട് കയ്യിലോട്ട് ഇങ്ങനെ വരും. ഈ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ഫസ്റ്റ് പണിയായിരുന്നു, അബദ്ധമായിരുന്നു അത്. പിന്നെ നെക്സ്റ്റ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പം പ്രോപ്പർ ബ്രേക്ക് ഓരോ പ്രൊസീജിയറും കഴിഞ്ഞിട്ട്, അതായത് ടോണർ ക്ലെൻസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫുള്ളി അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം മോയ്സ്ചറൈസ് ചെയ്യുക. മോയ്സ്ചറൈസർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലപോലെ അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൈമർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് ആക്ച്വലി ചെയ്തിട്ടാണ് ഞാൻ ഈ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയതിന് ശേഷമാണ് ഞാനിത് മനസ്സിലാക്കണം. പിന്നെയാണ് ഈ ഓരോ വീഡിയോ കാണുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മോറോവർ ഇതൊരു പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ വേറെ ചെയ്ത മിസ്റ്റേക്ക് നമ്പർ 3, കറക്റ്റായിട്ട് സ്കിന്നിന് പറ്റിയ പ്രൈമർ യൂസ് ചെയ്യാത്തത്. അതായത് എൻ്റെ സ്കിന്ന് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഒരു മാറ്റിഫൈങ് അല്ല, ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ്. അതായത് എൻ്റെ സ്കിന്നിന് ഒന്നുകൂടി ഹൈഡ്രേഷൻ കിട്ടുന്ന തരത്തിലുള്ള പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, ക്രീമി ടൈപ്പ് ആയിട്ടുള്ള പ്രൈമർ. പക്ഷെ ഞാൻ യൂസ് ചെയ്തതല്ല മാറ്റിഫൈങ് പ്രൈമറാണ്. മാറ്റിഫൈങ് പ്രൈമർ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോഴ്സ് എല്ലാം മാറ്റിഫൈഡ് ആവും, പക്ഷേ ഫൗണ്ടേഷൻ അതിൻ്റെ മേലെ നിൽക്കില്ല. എസ്പെഷ്യലി എൻ്റെ സ്കിന്ന് ഒന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നും കൂടി ആയതുകൊണ്ട്. സോ ഞാൻ ഈ മാറ്റിഫൈങ് പ്രൈമർ, റോങ് പ്രൈമർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫുൾ അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. സോ മിസ്റ്റേക്ക് നമ്പർ 3 ഈസ് യൂസിങ് റോങ് പ്രൈമർ ഫോർ യുവർ സ്കിൻ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് സ്കിൻ ഗ്ലോ അങ്ങനെയാണ്. അത് പോയോന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അതേ ട്രെൻഡ് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്ലാസ് സ്കിൻ ഗ്ലോ ഓവറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഓവറായിട്ട് ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. ഈ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കപ്പ് ഒലിച്ചു പോകും, കയ്യിലോട്ട് ഇങ്ങനെ വരും മേക്കപ്പ്. അപ്പോൾ ഓവർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ മിസ്റ്റേക്ക് നമ്പർ 4 ഈസ് ടു നോട്ട് ഓവർ യൂസ് ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാനേ പാടില്ല. സോ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ ക്ലാസിക്കൽ മേക്കപ്പ് ട്രെൻഡ്സാണ് പിടിക്കേണ്ടത്. എപ്പോഴും ക്ലാസിക്കൽ മേക്കപ്പ് ലുക്സ് ഒക്കെ അല്ലേ, അതാണ് എപ്പോഴും നല്ലത്. അതന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വാവ് എന്ന് തോന്നണമല്ലോ. അല്ലാണ്ട് അപ്പോഴത്തെ ട്രെൻഡ് എടുത്താൽ, പിന്നെ ഈ ഗ്ലോ എന്ന് പറയുന്ന സംഭവം
അത് ആ പ്രൊഡക്റ്റിൽ ഓൾറെഡി ഉണ്ട്. ചില ബ്രൈഡ്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഓവറായിട്ട് അങ്ങോട്ട് ഗ്ലോ ആക്കിയിട്ട് വല്ല ഓയിലി ബേസായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഗ്ലോ വേണ്ട, കാരണം ആ പ്രൊഡക്റ്റിന് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ടാവും. എങ്ങനെ പോയാലും ഫൗണ്ടേഷന് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ആ കുട്ടിയുടെ സ്കിന്നിന്, ഇതിപ്പോൾ ഏത് ബ്രൈഡാണ് ആയിക്കോട്ടെ, അവരുടെ സ്കിന്നിന് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ടാവും. നമ്മളത് ഓവറായിട്ട് സെറ്റിംഗ് സ്പ്രേ മറ്റേതൊക്കെ ഇട്ടിട്ട് ഒരു ഓയിലി ഫിനിഷ് ആക്കേണ്ടത് ട്രെൻഡിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നു എന്നൊരു പേരും പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല. ആ ഗ്ലോ എന്ന് പറയുന്നത് ഗ്ലോ ഫ്രം വിത്തിനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്ലോ പോലെ നമുക്ക് തോന്നും. പിന്നെ ഓവറായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, അതും എനിക്ക് വലിയ ദഹിക്കാത്തൊരു കാര്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 5 ഐ ഡിഡ് വാസ് ഓവറായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. അതായത് ഓവറായിട്ട് ഹൈലൈറ്റർ ഇവിടെയും ഓവറായിട്ട് ആ ഗ്ലോ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുക. അത് ശരിക്കും ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയാണ് തോന്നാറ്. ഒരു സ്കിന്നിന് നമ്മളൊരു മേക്കപ്പ് നോക്കുകയാണെങ്കിൽ അതിനൊരു ബാലൻസ് വേണം. അപ്പം ഈ ഓവറായിട്ട് ഓൾറെഡി ഉള്ള ഗ്ലോൻ്റെ പുറമെ ഓവറായിട്ട് ഹൈലൈറ്റും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു തിളക്കം പോലത്തൊരു ഫീലുണ്ട്. അത് പേഴ്സണലി എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് എനിക്കൊരു മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പൗഡർ ഇടുക. അത് ആക്ച്വലി ഭയങ്കര കേക്കി ആക്കിയിട്ട് തോന്നും. ഫൗണ്ടേഷൻ ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ ടൈം കൊടുത്തതിന് ശേഷം മാത്രം പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അപ്പം ഒന്നും കൂടി നല്ലൊരു ഫിനിഷ് കിട്ടും, കേക്കി ആയിട്ട് തോന്നുമില്ല. പിന്നെ ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷിൻ്റെ പ്ലേസിൽ ഈ ചീക്ക് ബോൺ, അതായത് ഈ ചിരിക്കുമ്പം ഇപ്പം എൻ്റെ ഫേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഫേസ്. അപ്പം ഈ ഫേസിന് ഏറ്റവും ഒരു ചിസിൽഡ് ലുക്ക്, അതായത് നമ്മളിങ്ങനെ കോണ്ടൂർ ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്ലഷ് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ബ്രോൺസിങ്ങും ചെയ്യണം. ആൻഡ് താഴെ ചെറുതായിട്ട് കോണ്ടൂർ ചെയ്യണം. സോ ഞാനെപ്പോഴും ബ്ലഷ് അന്ന് യൂസ് ചെയ്തിരുന്നത് ഇവിടെയാണ്, ചുവന്ന് തെടുത്ത കവിൾ എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി എൻ്റെ ഫേസിന് ഒന്നുകൂടി ഇംബാലൻസ് ആക്കിയിട്ട് ഒന്നുകൂടി ബിഗ് ആക്കുന്ന പോലെ ഞാൻ പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. സോ എപ്പോഴും ബ്ലഷ് പ്ലേസ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കും പറ്റിപ്പോകുന്ന കുട്ടി മിസ്റ്റേക്സാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വന്നത്, ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. സോ എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഇതൊക്കെ ഒരു സ്കില്ലാണ്. ഇങ്ങനെ പഠിച്ച് നമുക്ക് സ്കില്ല് എപ്പോഴും ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ സ്കില്ല് വളർത്താം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്കിത് മേക്കപ്പ് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ചെയ്ത് അതൊരു പ്രാക്ടീസ് ആയാലും അത് നിങ്ങൾ ആ സ്കില്ല് ഓട്ടോമാറ്റിക്കലി വരും, അത്രയേ ഉള്ളൂ. സോ ഞാൻ അത്രേ കരുതുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആദ്യമേ ഭയങ്കര പാഷനേറ്റ് ഒന്നുമല്ല മേക്കപ്പിൽ, ബട്ട് എനിക്ക് കുറച്ച് വരയ്ക്കാനുള്ള ഒരു പാഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് മേക്കപ്പ് ട്രൈ ചെയ്തപ്പം ഓൾമോസ്റ്റ് സെയിം ആണ്, എല്ലാം സെയിം തിയറിയാണ്. ക്യാൻവാസിൽ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു ഫേസിൽ വരയ്ക്കാം. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. സോ ഇതൊക്കെ ഒരു സ്കില്ലാണ്, സ്കില്ല് വളർത്തിയെടുക്കാൻ ആർക്കും പറ്റും. സോ ബട്ട് യു നീഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്സോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് കോണ്ടൻ്റാണ് വേണ്ടത് എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ അത് എനിക്ക് പറ്റുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ അത് എന്തായാലും ചെയ്തിരിക്കും. സോ നിങ്ങൾ അതും കൂടി എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത് പ്ലീസ്. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.